ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിന്റെ ഹിസ്റ്ററി, അതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് നമുക്ക് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിന്റെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചത്. ഫോട്ടോസിന്തസിസിന്റെ പ്രത്യേകിച്ച് ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്ന ഓർഗാനിസങ്ങളിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസിന്റെ എംപിരിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പരിശോധിക്കാം. CO2 പ്ലസ് H2O, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും കമ്പൈൻ ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? CH2O. What is that? CH2O represent glucose. Glucose is a 6-carbon sugar plus oxygen. Oxygen release ചെയ്യുന്നു. It is the byproduct of photosynthesis. ഇതാണ് ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്ന ഓർഗാനിസം ലൈക്ക് ഗ്രീൻ പ്ലാന്റ്സ്, ബാക്ടീരിയ. ഗ്രീൻ പ്ലാന്റ്സിലും ബാക്ടീരിയകളിലും നടക്കുന്ന, ബാക്ടീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, അതുപോലെ തന്നെ സയനോ ബാക്ടീരിയ മെമ്പേഴ്സ് അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ധാരണയെ തിരുത്തി കുറിച്ച അല്ലെങ്കിൽ അതിനെ മാറ്റിമറിച്ച ഒരു എക്സ്പെരിമെന്റേഷൻ ആണ്. ഇറ്റ് വാസ് ഡൺ ബൈ വാൻ നീൽ. വാൻ നീൽ, who was a microbiologist, he was experimenting with purple and green bacteria. Photosynthetic ബാക്ടീരിയകളുടെ വിഭാഗത്തിൽ വരുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ, അതുപോലെ തന്നെ ഗ്രീൻ സൾഫർ ബാക്ടീരിയ. ഇത്തരം ബാക്ടീരിയകളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ഭാഗമായി വാൻ നീൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അനലൈസ് ചെയ്തു. ദാറ്റ് ഇസ്, these organisms are not releasing oxygen as a byproduct of photosynthesis. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ഇത്തരം ഓർഗാനിസംസ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുത അദ്ദേഹം മനസ്സിലാക്കി. ഇത്തരം ഓർഗാനിസംസിൽ നടക്കുന്ന പ്രവർത്തനത്തിന് ആധാരമായത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഇത്തരം ബാക്ടീരിയകൾ പൊതുവെ വളരുന്നത് ഹോട്ട് സൾഫർ സ്പ്രിങ്ങുകളിലാണ്. ഹോട്ട് സൾഫർ സ്പ്രിങ്സിലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഹൈഡ്രജൻ ഡോണറായി അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റുകളാക്കി മാറ്റാൻ ഇവര് ഉപയോഗപ്പെടുത്തുന്നത്. ലെറ്റ് us analyze the equation for such organisms which conduct this type of photosynthesis. CO2 plus H2S. What is H2S? This is hydrogen sulfide. In the presence of light, they produce sugar, which is represented as CH2O plus 2S plus H2O. So as you can see, there is no release of oxygen. നിങ്ങൾക്ക് കാണാം ഇവിടെ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നില്ല. പർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയയില് കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ സൾഫൈഡിലുള്ള ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഡോണർ ആരാണ്? H2S is the hydrogen donor in this case. ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ടൈപ്പ് ഫോട്ടോസിന്തസിസിനെ അനോക്സിജനിക് ഫോട്ടോസിന്തസിസ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ഓക്സിജൻ ഇസ് നോട്ട് released or evolved in this reaction of photosynthesis is called anoxygenic photosynthesis. Where does anoxygenic photosynthesis take place? It takes place in purple and green sulfur bacteria, which is usually seen in hot sulfur springs. So in this type of organisms, who is the hydrogen donor? Hydrogen sulfide is the hydrogen donor. What are the end products? Sugar, sulfur or sulfate based upon the type of organism, and water. So this type of photosynthesis is called anoxygenic photosynthesis. അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ധാരണയാണ് ഇവിടെ മാറുന്നത്. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ എല്ലാ ജീവജാലങ്ങളിലും ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നില്ല. വളരെ അപൂർവമായി ഇത്തരം ഓർഗാനിസംസിലൊന്നും തന്നെ ഓക്സിജൻ പുറത്തേക്ക് ഇവോൾവ് ചെയ്യാത്ത ഫോട്ടോസിന്തറ്റിക് മെക്കാനിസം ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി type of photosynthesis in oxygen evolving or oxygen releasing organisms.
the equation of the photosynthesis in oxygen releasing organisms. Oxygen releasing organismsലെ ഫോട്ടോസിന്തസിന്റെ എംപിരിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാം. സി ഇൻ ഹയർ പ്ലാന്റ്സ് ആൻഡ് cyanobacteria, 6 carbon dioxide combines with 12 water molecule to form 1 molecule of glucose. What is the formula of glucose? C6H12O6. This is glucose, which is a 6 carbon sugar plus 6H2O plus 6O2 in the presence of light, and chlorophyll is required for this process. അപ്പൊ ഈ പ്രോസസ്സിൽ നമുക്ക് കാണാം കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റെഡ്യൂസ്ഡ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്. കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ് ആക്കി റെഡ്യൂസ് ചെയ്യുന്നു. വാട്ട് ഇസ് റിഡക്ഷൻ? ഹൈഡ്രജൻ ആറ്റത്തിനെ മേടിക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ അഡീഷനെയാണ് റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഡൊണേറ്റ് ചെയ്യാൻ ഇവിടെ ഒരാൾ ആവശ്യമാണ്. സോ ഹൂ ഇസ് ദ ഹൈഡ്രജൻ ഡോണർ ഇൻ ദിസ് കേസ്? വാട്ടർ. വാട്ടർ ഇസ് ദ ഹൈഡ്രജൻ ഡോണർ ഇൻ ദിസ് കേസ്. സോ ഇൻ ഹയർ പ്ലാന്റ്സ് water is the hydrogen donor and water get oxidized. ഇവിടെ വാട്ടർ ആണ് ഹൈഡ്രജൻ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്സിജൻ ആയിട്ട് ഇത് മാറുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് ഇതിലുള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്യാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഹൈഡ്രജനെ വാങ്ങിക്കുകയാണ്. ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് റിഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. സോ ഗ്ലൂക്കോസ് ഇസ് ദ product of the reduction of carbon dioxide, and oxygen is the byproduct, or oxygen is released into the atmosphere in this process. അപ്പൊ ഹയർ പ്ലാന്റ്സിലും സയനോബാക്ടീരിയ മെമ്പേഴ്സിലും ഒക്കെ ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് കണ്ടുവരുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് കോൾഡ് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ബിക്കോസ് ഓക്സിജൻ ഇസ് റിലീസ്ഡ് ഇൻ ദിസ് പ്രോസസ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ ആരാണ് ഹൈഡ്രജൻ ഡോണർ? വാട്ടർ ആണ് ഹൈഡ്രജൻ ഡോണർ, അല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ഇവിടുത്തെ ഹൈഡ്രജൻ ഡോണർ. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം അനലൈസ് ചെയ്യാൻ സഹായിച്ചത് CB വാനീലിന്റെ പർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയയിൽ നടത്തിയ ഒബ്സർവേഷൻ ആണ്. കാരണം പർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയയില് ഇത്തരത്തിൽ നിങ്ങൾ കണ്ടു, അതിൽ വാട്ടർ അല്ല, വാട്ടറിന് പകരം ഹൈഡ്രജൻ ഡൊണേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്, അല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല എന്ന കാര്യം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി. സോ ദിസ് ഇസ് അബൌട്ട് ദി 2 types of photosynthesis which take place in living organisms.